കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്കേവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. യേശുവിനെ അനുഗമിക്കുക, സകലവും വിട്ട് യേശുവിനെ അനുഗമിക്കുക, എല്ലാം വലിയ ഭാഗ്യമാണ്. സാധാരണക്കാരായ മനുഷ്യർ നോക്കുമ്പോൾ നഷ്ടമെന്ന് തോന്നാം. ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുക. ഇവരുടെ കാര്യം ആരും നോക്കും? ഇവരുടെ ഭാവി എന്താകും? ഇവരുടെ മക്കളുടെ കാര്യം ആരും നോക്കും? ഇങ്ങനെ നൂറ് ചോദ്യശരങ്ങൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നവരുടെ നേരെ അസ്ത്രം പോലെ സാധാരണക്കാരായ മനുഷ്യർ ചോദ്യശരങ്ങളായി എയ്യാറുണ്ട്. എന്നാൽ യേശുവിനെ അനുഗമിക്കുന്നവർ, വാസ്തവമായി അനുഗമിക്കുന്നവർക്കറിയാം അവരുടെ കാര്യം കർത്താവ് നോക്കുമെന്നുള്ള ഉറപ്പാണ്. അതൊരു വലിയ ബന്ധമാണ്, അതൊരു വലിയ ഉടമ്പടിയാണ്. നോക്കും. ഒരിക്കൽ പത്രോസ് ചോദിച്ചു, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന് 27-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അനേകരുടെ ഉള്ളിലുള്ള ഒരു ചോദ്യമാണത്. അനേക യൗവനക്കാരുടെ മാത്രമല്ല, അനേക മനുഷ്യരുടെ ഉള്ളിലുള്ളൊരു ചോദ്യം. സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചാൽ എന്ത് കിട്ടും? കർത്താവിന് സ്തോത്രം. വളരെ വ്യക്തമായി ദൈവത്തിന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങൾ 12 സിംഹാസനത്തിൽ നിന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശുവിനെ സകലവും വിട്ട് അനുഗമിച്ചാൽ നിങ്ങൾ പുനർജനനത്തിങ്കൽ എന്ന വാക്ക് നാം ശ്രദ്ധിക്കണം. ഈ ഭൂമിയിൽ ലഭിക്കുന്നതിലുപരിയായി നിത്യതയിൽ ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ ആദ്യം പറയുന്നത്. നാം യേശുവിനെ ഈ ഭൂമിയിൽ അനുഗമിക്കുമ്പോൾ മാത്രമേ നിത്യതയിൽ നമ്മുടെ പ്രതിഫലം ഉറപ്പാകുകയുള്ളൂ, അഥവാ നിത്യതയിൽ നാം എത്തിച്ചേരുകയുള്ളൂ. ഇതൊരു സത്യമാണ്. നാം ആരെ അനുഗമിച്ചാലും, എന്തിനെ അനുഗമിച്ചാലും, ഏതെങ്കിലും തത്വസംഹിതകളെയോ ഏതെങ്കിലും പ്രമാണങ്ങളെയോ ഏതെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും കൂട്ടത്തെയോ ഏതെങ്കിലും കൂട്ടായ്മയെയോ ഏതെങ്കിലും മതത്തെയോ സഭയെയോ ആരെ അനുഗമിച്ചാലും നമുക്ക് ഈ നിത്യതയുടെ ഉറപ്പ് കിട്ടുകയില്ല. നിത്യതയുടെ ഉറപ്പ് തരുന്നത് യേശു മാത്രമാണ്. നിത്യതയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിങ്കൽ. എന്താണത്? ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് അക്കരദേശത്ത് എന്ന് കഴിയുമ്പോൾ ലഭിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നിത്യതയിൽ വളരെ പ്രതിഫലങ്ങളും പ്രയോജനവും ലഭിക്കുന്നതാണ് ഈ ഭൂമിയിൽ വെച്ച് യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതിൽ നിന്ന്. യേശുവിനെ അനുഗമിക്കുക മാത്രമല്ല, കർത്താവ് പറഞ്ഞു, നിങ്ങൾ 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുക. ഇവരാരും അഡ്വക്കേറ്റ് പഠിച്ചൊന്നുമല്ല, LLB പഠിച്ചൊന്നുമല്ല, വേറെ നിയമപരമായ ഡിഗ്രികളൊന്നും ഉള്ളവരല്ല. പക്ഷെ യേശുവിനെ അനുഗമിച്ച് കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ അവരുടെ കഴിവിനും അവരുടെ ശക്തിക്കും അതീതമായി, അവരുടെ പാരമ്പര്യത്തിനും പഴയകാലത്തിനും അതീതമായി ദൈവം തൻ്റെ കൃപകളും കൃപാവരങ്ങളും ദൈവം തൻ്റെ സ്വർഗീയമായ വലിയ നന്മകളും വലിയ ജ്ഞാനവും അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുകയാണ്. ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുന്ന ആ ഒരു വലിയ പദവിയാണ് കർത്താവ് അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. എൻ്റെ പ്രിയരെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാനോ നമുക്ക് വിചാരിക്കാനോ കഴിയുന്നതിലപ്പുറമാണ് ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത്. ആർക്ക് വേണ്ടി? കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് വേണ്ടി, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, കർത്താവിൻ്റെ വചനം കേട്ട് രക്ഷയിലേക്ക് വന്നവർക്ക് വേണ്ടി. രക്ഷയ്ക്കപ്പെടുക എന്ന ആ വലിയ അനുഭവം പ്രാപിച്ച് വിശുദ്ധീകരണത്തിലൂടെ മുന്നോട്ട് പോയി ആ തേജസ്കരണത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സൗഭാഗ്യം. കർത്താവിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് ഇരിക്കാൻ സിംഹാസനമൊന്നുമില്ല, അല്ലേ? സിംഹാസനത്ത് പറയാൻ പോയിട്ട് മീനെ പിടിച്ച് അതിനെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ഉപജീവനം കഴിക്കുന്നവരായിരുന്നു മിക്കവാറും കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ അധികവും. അവർക്ക് എന്ത് സിംഹാസനം? ഈ ഭൂമിയിൽ ഒന്നുമില്ല, പക്ഷേ സ്വർഗത്തിൽ സിംഹാസനം ലഭിക്കും. എത്ര ശ്രേഷ്ഠമാണത്! ഈ ഭൂമിയിൽ
അധികാരവുമില്ല, ഒന്നുമില്ല. സിംഹാസനം അധികാരത്തെ കാണിക്കുന്നു, സിംഹാസനം പദവിയെ കാണിക്കുന്നു. സ്വർഗീയ ശ്രേഷ്ഠ പദവികൾ തരുമെന്ന്. എൻ്റെ പ്രിയ സഹോദര, മാന്യ സഹോദരി, പ്രിയ യൗവനക്കാര, പ്രിയ സഹോദരി, ഞാൻ നിന്നോട് പറയട്ടെ, ഈ ഭൂമിയിൽ നിനക്ക് വിലയില്ലായിരിക്കാം, നിനക്ക് നിലയില്ലായിരിക്കാം, നിന്റെ വീട്ടിൽ സ്വന്തമായ ഒരു കസേര പോലും ഇല്ലായിരിക്കാം. മകനെ, നീ ഞെരുക്കത്തിലൂടെ കഴിയുന്നവനായിരിക്കാം, മറ്റുള്ളവരും നിന്നെ വില കൽപ്പിക്കുന്നില്ലായിരിക്കാം. എന്നാൽ നിന്നെ വില കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ അക്കരദേശത്തേക്ക് കടന്നു വരുമ്പോൾ നിനക്ക് വേണ്ടി സിംഹാസനം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി സ്വർഗീയ ഭവനം ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. തങ്കത്തെരുവീഥികളും സ്വർണ്ണ രത്ന ഖചിതമായ സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാനിടയാകും. കർത്താവിന് സ്തോത്രം. ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദവിയാണത്. മാത്രമല്ല, കർത്താവ് പറഞ്ഞു, 29-ാമത്തെ വാക്യം, എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും. 100 മടങ്ങ് ലഭിക്കുന്ന പരിപാടി എന്താണ്? ഈ ഭൂമിയിൽ നാം ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാലും കുറച്ച് പെർസെൻറ്റേജ് കിട്ടുള്ളൂ, 100% ഇല്ല. 100%. മകനെ, നീ ഈ ഭൂമിയിൽ എന്തെല്ലാം സമ്പാദിച്ചാലും 100% കിട്ടുന്ന ഒരു പരിപാടിയില്ല. പക്ഷേ സ്വർഗരാജ്യത്തിന് വേണ്ടി നാം നിക്ഷേപിച്ചാൽ, ദൈവരാജ്യത്തിന് വേണ്ടി നിക്ഷേപിച്ചാൽ, യേശുവിനെ അനുഗമിച്ചാൽ 100 മടങ്ങെല്ലാം കിട്ടും. യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി അപ്പനാൽ ഉപേക്ഷിക്കപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? അമ്മയുടെ സ്നേഹം അറ്റുപോയവരാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ നിരാശപ്പെടേണ്ട. 100 മടങ്ങ് അപ്പനമ്മമാരെ നിങ്ങൾക്ക് കർത്താവ് തരും. മാത്രമല്ല, 100 മടങ്ങ് സഹോദരന്മാരെ തരും. ഒരുപക്ഷെ രക്തബന്ധമുള്ള സഹോദരങ്ങൾ മാറി നിന്നിരിക്കും, പക്ഷേ യേശുവിൻ്റെ രക്തത്തിന്റെ ബന്ധമുള്ള അനേകായിരം സഹോദരന്മാരെ കർത്താവ് തരും. തീർച്ചയാണ്. കോവിഡിന്റെ സമയത്ത് 2020 ഞങ്ങൾ ചേർന്ന് നിന്ന കൂട്ടായ്മയിൽ നിന്നും ചിലർ അകറ്റി നിർത്തിയ ചില അനുഭവങ്ങളുണ്ടായി. അന്ന് വരെ സ്നേഹിച്ചവർ സ്നേഹിക്കാതെയായി, അന്ന് വരെ ഫോൺ വിളിച്ചവർ വിളിക്കാതെയായി, അന്ന് വരെ കണ്ടവർ മുഖം മറച്ച് കളയുന്ന അനുഭവങ്ങൾ വന്നു, എല്ലാം വന്നു. അന്ന് ഒറ്റപ്പെട്ടു പോയി തോന്നി, പക്ഷെ തോന്നിയില്ല, തോന്നലായിരുന്നു അത്. കർത്താവ് ഒറ്റപ്പെടുത്തുകയില്ലല്ലോ. ഞാൻ പറയട്ടെ, അന്നത്തതിൽ കൂടുതലായി, അതിൻ്റെ ഇരട്ടിയല്ല, 10 ഇരട്ടിയല്ല, അതിൽ കൂടുതൽ ആത്മീയ സ്നേഹിതന്മാരെ കർത്താവ് എനിക്ക് തന്നു. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എത്രയോ ദൈവമക്കളുമായി ബന്ധം തന്നു. ലോകമെമ്പാടും കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്ന അനേകം ദൈവദാസന്മാരും കർത്താവിനെ സ്നേഹിക്കുന്ന അനേകായിരങ്ങളായി ബന്ധങ്ങൾ തന്നു. കർത്താവ് അതിനു മുമ്പ് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളവരുമായി കർത്താവ് സ്നേഹബന്ധം തന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭൂമിയിലെ ചില ബന്ധങ്ങൾ അറ്റുപോയെന്നിരിക്കാം യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ. പക്ഷെ നിരാശപ്പെടേണ്ട, അതിൽ കൂടുതൽ ബന്ധങ്ങൾ തന്നതിനെ ദൈവം മാനിക്കും. മകനെ, നിന്നെ സഹായിക്കും. ഈ ഭൂമിയിലെ മറ്റുള്ളവർ നിന്നെ സഹായിച്ചെന്നിരിക്കുകയില്ല, പക്ഷെ നിനക്ക് വേണ്ടി ദൈവം കരുതും, നിന്നെ സഹായിക്കും, നിന്നെ സംരക്ഷിക്കും. നാം ജീവനുള്ള ദൈവത്തിന് പിന്നാലെ ഇറങ്ങിത്തിരിച്ചാൽ. കർത്താവ് വീണ്ടും പറഞ്ഞു, എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവരെല്ലാം 100 മടങ്ങ് ലഭിക്കും. 1 മടങ്ങല്ല, 10 മടങ്ങല്ല, 50 മടങ്ങല്ല, 100 മടങ്ങ് ലഭിക്കും. മാത്രമല്ല, അതിലും വലിയ ഭാഗ്യം, അവൻ നിത്യജീവനെ അവകാശമാക്കും. അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. നിത്യജീവൻ നേടുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും ശ്രേഷ്ഠകരമായ ഭാഗ്യം. ഭൂമിയിലെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും കഴിയട്ടെ, കുറെ വർഷം കഴിയുമ്പോൾ തീരുമല്ലോ. എന്നാൽ ഒരിക്കലും തീരാത്ത നിത്യതയിൽ ആ നിത്യജീവന്റെ അവകാശം പ്രാപിക്കുക, സ്വർഗരാജ്യത്തിന്റെ അവകാശം പ്രാപിക്കുക, അതല്ലേ ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അത് കർത്താവ് തരുമെന്ന്. അപ്പോൾ നാം ഈ ഭൂമിയിൽ യേശുവിനെ അനുഗമിക്കാൻ നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ നഷ്ടമാണോ? നിങ്ങൾ പറയൂ. മോനെ, നഷ്ടമാണോ? യവനക്കാരെ നഷ്ടമാണോ? പ്രിയപ്പെട്ട യവനക്കാരി നഷ്ടമാണോ? പ്രിയ മാതാവേ പിതാവേ നഷ്ടമാണോ? പ്രിയ കുട്ടികളെ നഷ്ടമാണോ? അല്ല. കുട്ടികളായ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കൊച്ചു പ്രായത്തിൽ നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ച് യേശുവിനെ അനുഗമിക്കണം. എന്താണ് യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ? യേശുവിൻ്റെ വചനപ്രകാരം ജീവിക്കുക, യേശുവിൻ്റെ വചനം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക, യേശുവിൻ്റെ വചനത്തിൽ നിന്നും അണുവിട മാറാതെ ജീവിക്കുക, യേശുവിനെ മുൻനിർത്തി ജീവിക്കുക. സാധ്യമാണോ 21-ാം നൂറ്റാണ്ടിൽ? സാധ്യമാണ്, സാധ്യമാണ്, സാധ്യമാണ്. 100 വട്ടം സാധ്യമാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും സാധ്യമാണ്. എത്രയോ ചെറുപ്പക്കാര്
എത്രയോ യുവാക്കൾ യേശുവിനെ അനുഭവിക്കുന്നു. എത്രയോ ചെറുപ്പക്കാർ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. യേശുവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ലജ്ജ കൂടാതെ. ലജ്ജയില്ല. എന്തിനു ലജ്ജിക്കണം? കാരണം സേവിക്കുന്നത് ആരെയാണ്? ഹീസ് ദ ലോർഡ് ഓഫ് ലോർഡ് ആൻഡ് ഹീസ് ദ കിങ് ഓഫ് കിങ്. രാജാക്കന്മാരുടെ രാജാവ്, പ്രഭുക്കന്മാരുടെ പ്രഭുവിനെയാണ് നാം ആരാധിക്കുന്നത്. അവനെയാണ് നാം ഉയർത്തുന്നത്, അവനെയാണ് നാം പിൻപറ്റുന്നത്. എൻ്റെ പ്രിയരെ, നാം ലജ്ജിക്കരുത്. കർത്താവിൻ്റെ നാമത്തെ പ്രതി ലജ്ജിച്ചാൽ കർത്താവ് നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെയും സ്വർഗീയ പിതാവാം ദൈവത്തിൻ്റെയും സ്വർഗീയ ദൂതന്മാരെയും മുമ്പിൽ നാണിക്കും. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ലജ്ജ കൂടാതെ കർത്താവിനെ അനുഗമിക്കാം, കർത്താവിൻ്റെ വേല ചെയ്യാം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ നിത്യജീവനെ അവകാശമാക്കും. ഈ ഭൂമിയിലെ സൗഭാഗ്യം, ഈ ഭൂമിയിലും എല്ലാവരും കൂടെയുള്ളൊരു അനുഭവം. ഒരുപക്ഷെ സ്വന്തം അപ്പനോ അമ്മയോ കൂടെ കാണുകയില്ലെങ്കിലും അനേക അപ്പനമ്മമാരെ, അനേകം സഹോദരി സഹോദരങ്ങളെ, അനേക ആത്മീയ ബന്ധങ്ങൾ, ആത്മീയ സുഹൃത്തുക്കൾ എല്ലാം കർത്താവ് തന്ന് നമ്മെ ആദരിക്കും. നിങ്ങൾക്ക് വേണമോ ഈ ഭാഗ്യം? പത്രോസ് ചോദിച്ച ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞങ്ങൾക്ക് എന്ത് കിട്ടും? യേശു പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാം കിട്ടും. സ്തോത്രം. ആത്മീയമായി കിട്ടും, ഭൗതികമായി കിട്ടും. നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്നുള്ള അഷ്വറൻസാണ് കർത്താവ് ആ വാക്കുകളിലൂടെ കൊടുക്കുന്നത്. അന്ന് ശീമോൻ പത്രോസും കൂടെയുള്ളവരും സകലവും വിട്ട് പടക് കരയ്ക്കടുപ്പിച്ചിട്ട് യേശുവിനെ അനുഗമിച്ചു. നഷ്ടമായില്ല. അവരുടെ ജീവിതം നോക്കിയാൽ, അവരുടെ ജീവചരിത്രം നോക്കിയാൽ എല്ലാം ലാഭമായി. നിത്യതയിലും അവർക്ക് ലാഭമേ കിട്ടിയുള്ളൂ. എൻ്റെ പ്രിയരെ, ഈ ലോകം തീരും, എന്ന് വേണമെങ്കിൽ തീരും. മരണം വഴിയായി ഭൂമിയിൽ നിന്ന് എന്ന് വേണമെങ്കിൽ നാം മാറ്റപ്പെടും. എന്നാൽ മുഖപ്രസന്നയോടെ നിൽക്കണമെങ്കിൽ ഇന്ന് യേശുവിനെ അനുഗമിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? യേശുവിനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണശക്തിയോടെ സ്നേഹിക്കുക, പിൻപറ്റുക, യേശുവിനായി ജീവിക്കുക. അതിന് കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് മൂവാറ്റുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ കർത്താവിൻ്റെ വേല, അതിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മുതൽ 8 വരെ ബൈബിൾ ക്ലാസ് നടക്കുന്നുണ്ട്. ബൈബിൾ സ്റ്റഡി. ഏതാണ്ട് 1 വർഷത്തിൽ ചെല്ലുവാനുമായി പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതൊരു വെറും പഠനം മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ ആഴത്തിൽ അനുഭവിക്കുവാൻ. ആരാണ് പരിശുദ്ധാത്മാവ്? എന്താണ് പരിശുദ്ധാത്മാവ്? എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ നാമങ്ങൾ? എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി? എല്ലാം സവിസ്തരം പറയുന്ന ബൈബിൾ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇതിൽ സംബന്ധിക്കാം എല്ലാ വെള്ളിയാഴ്ചയും. അതുകൂടാതെ ഈ ബൈബിൾ ക്ലാസ് തന്നെ ഞങ്ങൾ യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര്. നിങ്ങളതിൽ നോക്കിയാൽ 2024 തുടങ്ങിയതായ ബൈബിൾ ക്ലാസ്, അതിൻ്റെ വിവിധ ഭാഗങ്ങൾ യൂട്യൂബിൽ ഞങ്ങൾ കുറച്ചായി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദയവായി നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ അനേകം ശുശ്രൂഷകൾ നമ്മുടെ പ്രെയർ ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും സൺഡേ മോർണിംഗ് വർഷിപ്പുണ്ട്, രാവിലെ 8 മണി മുതൽ. അതിനുശേഷം 11:15 ശുശ്രൂഷ കഴിഞ്ഞാൽ അതിനുശേഷം കുട്ടികൾക്കുള്ളതായി ഗ്ലിറ്ററിംഗ് കിഡ്സ് എന്ന സൺഡേ സ്കൂളുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും ബൈബിൾ ക്ലാസ് നടക്കുന്നുണ്ട് വൈകിട്ട് 6:30 മുതൽ. എല്ലാ 1ാമത്തെ ശനിയാഴ്ചയും രാവിലെ 9:30 മുതൽ 12:30 വരെ റേഡിയൻ വിമൻ എന്ന സഹോദരിമാരുടെ പ്രത്യേക മീറ്റിങ്ങും, എല്ലാ 3ാം ശനിയാഴ്ചയും വൈകിട്ട് 7 മണി മുതൽ ബീക്കൺ യൂത്ത് എന്ന യുവജനങ്ങൾക്കുള്ള സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്. എല്ലാ 4ാം ശനിയാഴ്ചയും രാവിലെ 9 മണി മുതൽ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇങ്ങനെ അനേകം മീറ്റിങ്ങുകൾ നിങ്ങൾക്ക് വന്ന് സംബന്ധിക്കാം. എല്ലാ ഈ മീറ്റിങ്ങുകളുടെ ലിങ്കുകൾ ഞങ്ങൾ സൂം പ്ലാറ്റ്ഫോമിലെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ പലതും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. നിങ്ങൾ ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുക. പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രാർത്ഥനാലയം മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും കോട്ടയം റൂട്ടിൽ ഒരു 250 മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ MC റോഡിൻ്റെ സൈഡിലാണ്. നിങ്ങൾക്ക് കടന്നു വരാൻ വളരെ സ്നേഹത്തോടെ, ആദരവുകളോടെ ഞങ്ങൾ ഈ ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്.